മലയോര ജനതയ്ക്ക് ആശ്വാസം. കോന്നിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചു. കോന്നി എംഎൽഎ കെ.യു. ജനീഷ് കുമാറിന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവായി. ഇതോടെയാണ് ആനകളെ കാട്ടിലേക്ക് തുരത്താൻ തീരുമാനിച്ചത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആക്ഷൻ പ്ലാനും തയ്യാറാക്കി. ആദ്യഘട്ടത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായ കുളത്തുമണ്ണിലാണ് നടപടി. ഓരോ പ്രദേശത്തെ പ്രത്യേക കേസുകളായി എടുത്തുകൊണ്ട് അവയെല്ലാം ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കുളത്തുമണ്ണിലുള്ള 3 ആനകളാണ്. ആ 3 ആനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്നുകൊണ്ട് ഫോറസ്റ്റും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത 3 ടീമായി വിവിധ ഉദ്യോഗസ്ഥർ തിരിഞ്ഞുകൊണ്ട് 3 ടീമായി തിരിഞ്ഞുകൊണ്ട് ഉൾവനത്തിലേക്ക് അവിടെ കയറ്റി വിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. മലയാലപ്പുഴയിലും അതുമ്പുംകുളത്തുമെല്ലാം വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷണ ഷെഡുകൾ സ്ഥാപിച്ച് ഇന്നു മുതൽ തന്നെ അവിടെ ഒരു നിരീക്ഷണം ഉണ്ടാവും. കോന്നി കല്ലിലിറങ്ങിയ ഒറ്റയാനയും കാട്ടിലേക്ക് തുരത്തും. ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുകയല്ലാതെ മറ്റ് മാർഗമില്ല. ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് ആശ്വാസമാകുകയാണ് കോന്നി എംഎൽഎ കെ.യു. ജനീഷ് കുമാറിന്റെ ഇടപെടൽ. കൈരളി ന്യൂസ്, പത്തനംതിട്ട.